ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന അവസാനത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇത്. പാർട്ട് 1 എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ പകുതി ചാപ്റ്റർ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതി ചാപ്റ്ററും അതുപോലെ തന്നെ ലെറ്റേഴ്സ് ആൻസേഴ്സും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസും ഇതെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ഇതിൽ വരുന്നത് മിക്സ്ചേഴ്സ് ഇൻ ഡെയിലി ലൈഫ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വേരിയസ് മിക്സ്ചേഴ്സ് ആണ് അല്ലേ, പല ഐറ്റങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുള്ളൂ. നോക്കാം. ഇത് നമ്മൾ ശ്വസിക്കുന്ന എയറിൽ യു ഹാവ് ലേൺ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഇസ് എ മിക്സ്ചർ. നമ്മൾ ശ്വസിക്കുന്ന വായു ഒരു മിക്സ്ചർ ആണ് അല്ലേ. അതിൽ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്, ഒരുപാട് ഗ്യാസസ് നമ്മുടെ ഈ എയറിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണത് നോക്കാം. നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അതേഴ്സ്. ഇത്രയും ഗ്യാസസ് എയറിലുണ്ട് കേട്ടോ. നമ്മൾ ശ്വസിക്കുന്നതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നൈട്രജൻ 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21%, അതർ ഗ്യാസസ് ആണ് 0.96% വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ എയർ ചോദിച്ചു. അതിൻ്റെ ആൻസർ ആണ് ഈ സംഭവം. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റീസ് ചോദിച്ചിട്ടുണ്ട്, അത് ഇത് നോക്കുക കേട്ടോ. ഇതാണ് അതിൻ്റെ ക്വാണ്ടിറ്റീസ്. ഇനി നമുക്ക് which components of air are being used in activities such as respiration and photosynthesis. അപ്പോൾ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിനും ആവശ്യമുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ശ്വസിക്കാൻ ആരാണ് ആവശ്യം? ഓക്സിജൻ വേണം അല്ലേ. ഫോട്ടോസിന്തസിസിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആവശ്യമുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ഇൻ എയർ? ഡിസ്കസ്. അപ്പോൾ അന്തരീക്ഷത്തിലെ എയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. The smoke produced by burning plastic contains various toxic substances. If these substances get mixed with air, it will affect the equilibrium of air and can have adverse effect on the health of living beings including humans. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്ത് വരിക, അല്ലെങ്കിൽ പുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എയറിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും, ഹെൽത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ. മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഡോണ്ട് യു നൗ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഇക്വിലിബ്രിയം ഓഫ് എലമെന്റ്സ് ഇൻ ദ എയർ ഫ്രം ഹ്യൂമൻ ഇന്റർഫറൻസസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എന്തിനാണ് നമ്മൾ ഇതിനെ ഈ ഇക്വിലിബ്രിയം നിലനിർത്തി പോണത് എന്നുള്ളത് അല്ലേ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാതെ കൊണ്ടുപോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റിന് വേണ്ടത് എന്താണ് എന്നെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വൈ ഈസ് ഇറ്റ് സോ? വേർ ഡിഡ് ദ ഷുഗർ ഡിസപ്പിയർ? വാട്ട് ഹാപ്പൻ ടു ഷുഗർ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ അതാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗറും വാട്ടറും ഉണ്ടല്ലേ, പക്ഷെ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നമുക്ക് പിന്നെ ആ പഞ്ചസാരയെ കാണാൻ കഴിയുന്നില്ല. പഞ്ചസാര എവിടേക്കാണ് അപ്രത്യക്ഷമായി പോയത്? എന്താണ് പഞ്ചസാരയ്ക്ക് സംഭവിച്ചത്? ഇതറിയാൻ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വലിയൊരു പ്ലാസ്റ്റിക് ജാർ എടുക്കണു 1 ലിറ്ററിൻ്റെ, ഗ്രേവൽ എടുക്കണു 500 ഗ്രാം, ഗ്രീൻ ഗ്രാം എടുക്കണു 100 ഗ്രാം, റവ 100 ഗ്രാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്രേവലിനെ ഈ പ്ലാസ്റ്റിക് ജാറിൽ ഇടുക, നന്നായി കുളിക്കുക. എന്നിട്ട് ഒരു മാർക്കർ പെൻ എടുക്കുക, ആ ഗ്രേവലിന്റെ ലെവൽ മാർക്ക് ചെയ്യുക. എവിടെ? ജാറിന്റെ പുറത്ത് ഒരു സ്കെച്ചോ മാർക്കറോ എടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗ്രീൻ ഗ്രാം ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഗ്രേവലിന്റെ അളവ് കൂടിയോ? നമ്മൾ ഗ്രീൻ ഗ്രാം ആഡ് ചെയ്തപ്പോൾ അളവ് കൂടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ മെഷർമെന്റ് നമ്മൾ അതിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് റവ എടുക്കുക, വീണ്ടും പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് ജാറിൽ ഇടുക, നന്നായി ഷേക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഗ്രേവലിൻ്റെ ഹൈറ്റ് കൂടിയോ, ഗ്ലാസ്സിലെ ആ സാധനത്തിൻ്റെ ഹൈറ്റ് പൊങ്ങി വരുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക ആ ജാറിൻ്റെ പുറത്ത്. ഇതാണ് എക്സ്പെരിമെൻ്റ് വരുന്നത്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രേവൽ ജാറിൻ്റെ ഹൈറ്റ് നോക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ ജാറിൻ്റെ ഹൈറ്റ് നിങ്ങൾ എഴുതിയാൽ മതി. ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിംഗ് ദ ഗ്രേവൽ ഇൻ ദ ജാർ 15 സെൻറ്റിമീറ്റർ തന്നെ ആയിരുന്നു. ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും 15 സെൻറ്റിമീറ്റർ തന്നെ ആയിരുന്നു. റവ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഈ അളവ് കൂടി വന്നിട്ടേ ഇല്ല. നമ്മൾ വെള്ളമൊക്കെ കുറച്ച് ഒഴിക്കുമ്പോൾ അളവ് കൂടില്ലേ, അതുപോലെ ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് കേട്ടോ. 4 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആൻസർ നോക്കാം. ഡസ് ദി ലെവൽ ഓഫ് ദ ഗ്രേവൽ ഇൻസൈഡ് ദി ജാർ ചേഞ്ച് ആഫ്റ്റർ ആഡിങ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആൻഡ് ഷേക്കിംഗ് ദം ഡൗൺ? വൈ? അപ്പോൾ എന്താണ്, ഗ്രീൻ ഗ്രാം ആഡ് ചെയ്തു, റവ ആഡ് ചെയ്തു, നന്നായി ഇളക്കി അല്ലേ. അതിൻ്റെ അളവ് കൂടിയെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിലും എന്തുകൊണ്ടെന്ന് എഴുതണം. നോ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഗ്രേവൽ ബിക്കോസ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആണ് കേട്ടോ, റിവർ അല്ല. ഗ്രീൻ ഗ്രാം ആൻഡ് റവ ഓക്യുപ്പൈസ് എ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ്. അതായത് ഈ ഗ്രേവൽ പീസസിൻ്റെ ഇടയിൽ പോയി തങ്ങി നിൽക്കും ഈ ഗ്രീൻ ഗ്രാമും റവയും. സോ അതുകൊണ്ട് തന്നെ അളവ് കൂടി വരുന്നില്ല. വേർ ഹാവ് ദി ഗ്രീൻ ഗ്രാം സെറ്റിൽ? ഗ്രീൻ ഗ്രാംസ് എവിടെ പോയി അടിഞ്ഞുകൂടി? ഗ്രീൻ ഗ്രാം സെറ്റിൽഡ് ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ് ഇൻസൈഡ് ദ ജാർ. ജാറിനകത്തെ ഗ്രേവൽ പീസസിൻ്റെ ഇടയിൽ പോയി ഗ്രീൻ ഗ്രാം അടിഞ്ഞു, അല്ലെങ്കിൽ അവിടെ പെട്ട് കിടക്കുന്ന പോലെ അതിനുള്ളിൽ പോയി കിടക്കുന്നതുകൊണ്ടാണ് അളവ് കൂടാത്തത് കേട്ടോ. Where have the rava grain settled? Rava എവിടെ പോയി സെറ്റിൽഡ് ആയി? Rava grain settled in the spaces between the green grams and the gravel pieces inside the jar. ഗ്രീൻ ഗ്രാമിൻ്റെയും ഗ്രേവൽ പീസസിൻ്റെ ഇടയ്ക്ക് റവ പോയി സെറ്റിൽ ആയി. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഹൈറ്റ് കൂടാതിരുന്നത് കേട്ടോ. അടുത്തത്, when rava and green gram are added to the gravel in the jar and shaken, was there any difference in the total space required for all the three? No change in the total space required. Next, how can green gram stay along with gravel and rava grain settle in between the two? Discuss and record the inference in the science diary. എങ്ങനെയാണ് ഗ്രീൻ ഗ്രാമും അതുപോലെ തന്നെ റവയും എല്ലാം ഗ്രേവലിൻ്റെ ഇടയിൽ പോയി സെറ്റിൽ ആയതെന്നാണ് ചോദ്യം. റവ ഗ്രേൻസ് ആർ സ്മോളർ ദാൻ ഗ്രീൻ ഗ്രാം. ഗ്രീൻ ഗ്രാമിനേക്കാൾ ചെറുതാണ് റവ. സോ ദേ ക്യാൻ സെറ്റിൽ ഇൻ ദ ടൈനി സ്പേസസ് ബിറ്റ്വീൻ ബോത്ത് ദ ഗ്രേവൽ ആൻഡ് ഗ്രീൻ ഗ്രാം. അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയത് ഗ്രേവൽ പീസസിൻ്റെ ഇടയ്ക്ക് ഈ 2 സാധനങ്ങളും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഡസ് ദ സെയിം തിങ് ഹാപ്പൻ വെൻ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ അലിയുന്ന സബ്സ്റ്റൻസിനും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ചോദ്യം. അങ്ങനെയല്ല സംഭവിക്കുക കേട്ടോ. വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, അളവ് കൂടില്ല കേട്ടോ. യെസ് ആണ് വരിക. ബൈ ടേസ്റ്റിംഗ് ദ ഷുഗർ സൊല്യൂഷൻ ഒബ്റ്റൈൻ ബൈ ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ ഇറ്റ്. അപ്പം നമ്മൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ അലിഞ്ഞു, എന്നിട്ട് നമ്മൾ ആ അളവൊന്നും അവിടെ കൂടിയിട്ടുണ്ടാവില്ല, പക്ഷെ ടേസ്റ്റ് നമുക്ക് മെഷർ അറിയാൻ പറ്റും അല്ലേ. ടേസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ മധുരം നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലെറ്റ്സ് സീ ഹൗ ഷുഗർ ഇസ് ഹൈഡിങ് ഇൻ വാട്ടർ ആസ് വെരി സ്മോൾ ഗ്രാനുൾസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ ചോദിച്ചിട്ടുണ്ട്. ഷുഗറിൻ്റെ കളർ, ടേസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ എഴുതുക കേട്ടോ. ക്രഷ് എ ലിറ്റിൽ ഷുഗർ, ടേക്ക് എ സ്മോൾ ഗ്രാനുൾ ഓഫ് ഇറ്റ് ആൻഡ് എക്സാമിൻ ഇറ്റ് പോസസ് ഓൾ ദി എബോവ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കളർ, ടേസ്റ്റ്, സ്റ്റേറ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഷുഗർ ഇട്ട് നന്നായിട്ട് അതിനെ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ കളറിൽ നമ്മൾ വെള്ളത്തിൻ്റെ കളറിൽ ചേഞ്ച് ഉണ്ടാവുമോ? ടേസ്റ്റ് സ്വീറ്റ് ആയിരിക്കും. സ്റ്റേറ്റ് എന്തായിരിക്കും? ലിക്വിഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ് വരിക. അലിഞ്ഞു കഴിഞ്ഞാട്ടോ ടേസ്റ്റ് സ്വീറ്റ് ആയിരിക്കും, കളർ ഉണ്ടാവില്ല, നോ കളറാണ്. ഓക്കെ, ഇനി നിങ്ങളോട് അവിടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷുഗർ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. അവിടെ അവർ ഫുൾ ആൻസറും ആക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത്
മോളിക്യൂൾ എന്താണ്. അപ്പോൾ ഈ ഷുഗർ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഒരു വെള്ളം എടുത്ത് അതിൽ ഷുഗർ ഇട്ട് നന്നായി ഇളക്കി അലിയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഷുഗർ എവിടെ പോയി, പഞ്ചസാര എവിടെ പോയി, പക്ഷെ നമുക്ക് അതിനകത്ത് ഷുഗർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഷുഗർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മോളിക്യൂൾ ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. എല്ലാ പ്രോപ്പർട്ടീസുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോളിക്യൂൾ എന്ന് പറയുക. ഓൾ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. എല്ലാ സാധനങ്ങളും മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്നുള്ളത് വേണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ട് അലിയിച്ചു അല്ലേ. അലിയിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ മേലെ കുടിച്ചാലും എത്ര കുടിച്ചാലും അല്ലെങ്കിൽ നടുവിൽ കുടിച്ചാലും അടിയിലത്തെ ഭാഗം കുടിച്ചാലും എല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും കേട്ടോ. ഡിഫറെൻ്റ് ആയിരിക്കില്ല, എല്ലാ ഭാഗത്തും ഷുഗർ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും, എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ഇനി അടുത്തത് മോളിക്യൂൾസ് നിയർ ആൻഡ് ഫാർ എന്ന് പറഞ്ഞിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 പിക്ചർ തന്നിട്ടുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ക്ലോസസ്റ്റ്. മോളിക്യൂൾസ് ആണ് ഇതെല്ലാം. ഇത് ഏറ്റവും അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ്, സോളിഡ് ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾ ദ ഫാർദസ്റ്റ്. ഏറ്റവും അകലത്തിൽ മോളിക്യൂൾസ് ഉള്ളത് ഏത് സ്റ്റേറ്റിലാണ്, ഗ്യാസിലാണ് കേട്ടോ. ഇനി അടുത്തത്, വൈ ഡു സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് വൈൽ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡോണ്ട് ഹാവ്. സോളിഡ്സിന് കറക്റ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. നമ്മൾ സോളിഡ് സാധനങ്ങൾ എന്ത് വേണേൽ, ബുക്ക്, പെൻ എല്ലാം സോളിഡ് ആണ്. ലിക്വിഡ് വെള്ളം, ഗ്യാസ് നമ്മുടെ എയർ ഒക്കെ കേട്ടോ. ഈ ലിക്വിഡിനും ഗ്യാസിനും കറക്റ്റ് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. നമുക്ക് അതിന് ആൻസേഴ്സ് നോക്കാം. Answer: in solids, molecules are closely packed and attraction between the molecules are very strong. So, solids have a definite shape. Compared to solids, molecules of liquids and gases are far apart and does not have strong force of attraction between the molecules. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി അതിൻ്റെ തുടർന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ആൻസറും നമ്മൾ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കേട്ടോ, ഈ അണ്ടർലൈൻ ചെയ്തതിൻ്റെ എല്ലാ ആൻസറും നമ്മൾ പറയാം. Why are liquids able to flow? The molecules of liquids does not have strong force of attraction between them. The molecules in liquids are loosely packed and can slide over each other. That's why liquids can flow. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത്, how can gases spread fast? Gases have a lot of space between the molecules and does not have strong force of attraction between them and they can move freely. ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, സോളിഡ്സ് cannot flow or spread. Why? സോളിഡ്സിന് ഒഴുകാനോ സ്പ്രെഡ് ചെയ്യാനോ പറ്റില്ല. എന്തുകൊണ്ടെന്നാണ്? മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ഹാവ് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ദേ ഹാവ് വെരി ലിറ്റിൽ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് മൂവ്സ് വെരി സ്ലോലി. അത് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടെന്നുള്ളത്. ഈ സോളിഡ് കണ്ടല്ലോ, സോളിഡിൻ്റെ മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ, കുറച്ച് മൂവ് ചെയ്യാൻ കഴിയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ സോളിഡിൻ്റെ അത്ര അട്രാക്ഷൻ ഇല്ല. ഗ്യാസ് ആണെങ്കിൽ കണ്ടോ, മോളിക്യൂൾസ് വളരെ അകലത്തിലാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് മൂവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് അതിൻ്റെ ആൻസേഴ്സ് കേട്ടോ. അതിൻ്റെ ഫുൾ മലയാളം പറയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് പിക്ചർ കാട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നെക്സ്റ്റ്, അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് വരുന്നത് എന്താണ് മിക്സ്ചർ? മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് ആണ്. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ, ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങളുടെ കോമ്പിനേഷനെയാണ് മിക്സ്ചർ എന്ന് പറയുക. ഇവിടെ നമുക്ക് ABCD എന്ന് പറഞ്ഞ 4 പിക്ചർ തന്നിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തത്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. How many types of molecules are there in substance A? ഇതിൽ എത്ര ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ഒരു തരം, ഒരേ കളർ അല്ലേ, ഒരു തരം മോളിക്യൂൾ കേട്ടോ. വാട്ട് അബൌട്ട് ബി? ബിയിലാണെങ്കിലോ 2 കളറിലുണ്ടല്ലോ, അപ്പോൾ 2 മോളിക്യൂൾസ്, 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ് കേട്ടോ. സിയിൽ നോക്കാം. വിച്ച് സബ്സ്റ്റൻസസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഏതിലാണെന്നാണ് ചോദ്യം. ഏതിലാണ്? സിയിൽ, ബിയിൽ അല്ലേ. ബി ആൻഡ് സിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്.
വിച്ച് സബ്സ്റ്റൻസസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ? ഒരേപോലത്തെ മോളിക്യൂൾസ് ഏതിലൊക്കെയാ? എയിലും ഡിയിലും. ഇനി നമുക്ക് ഇതാണ് ആവശ്യമുള്ളത്. ഫ്രം ദി എബോവ് ഇലസ്ട്രേഷൻസ് ഓഫ് സബ്സ്റ്റൻസസ് എ ബി സി ആൻഡ് ഡി ഐഡന്റിഫൈ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. അപ്പോൾ ഈ എ ബി സി ആൻഡ് ഡി നോക്കിയിട്ട് ഇതിൽ പ്യുവർ സബ്സ്റ്റൻസസ് ഏതാ മിക്സ്ചേഴ്സ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. പ്യുവർ സബ്സ്റ്റൻസസ് എ ആൻഡ് ഡി പിക്ചേഴ്സിൽ വരുന്നതാണ്, മിക്സ്ചേഴ്സ് ബി ആൻഡ് സി ആണ് കേട്ടോ. ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂളുകൾ ഉള്ളവ പ്യുവർ സബ്സ്റ്റൻസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉള്ളവ മിക്സ്ചേഴ്സുമാണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ വേണം. Pure substances are substances made up of same type of molecules. Mixtures will have different type of molecule. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ മലയാളം കേട്ടോ. മോളിക്യൂൾസ് ഒരേപോലത്തെ മോളിക്യൂൾസ് ആണെങ്കിൽ പ്യുവറും ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് അതിലെങ്കിൽ മിക്സ്ചേഴ്സുമാണ് കേട്ടോ. അടുത്തത്, ആർ മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസസ്? മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസസ് ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിലും എന്തുകൊണ്ടെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ആൻസർ ഇതാണ്, മിക്സ്ചേഴ്സ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ് ബിക്കോസ് മിക്സ്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഇൻ ദം. മിക്സ്ചേഴ്സ് ഒരിക്കലും പ്യുവർ സബ്സ്റ്റൻസസ് അല്ല. എന്താണ്? അതിൽ മിക്സ്ചേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും പ്യുവർ ആണെന്ന് പറയാൻ പറ്റില്ല. അടുത്തത്, വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? വെള്ളം ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല, ഒരു മലിനീകരിക്കപ്പെടാത്ത, അതായത് മലിനീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിലൊന്നും അലിഞ്ഞു ചേരാത്ത ഒരു വാട്ടർ അതിന് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാൻ പറ്റുമോ? വൈ എന്നാണ് ചോദ്യം. വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. സോ വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. പറയാൻ പറ്റും അല്ലേ? വാട്ടർ ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ഇംപ്യൂരിറ്റീസും ഇല്ല അതിലെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ദെൻ വിച്ച് ആർ ദ അതർ പ്യുവർ സബ്സ്റ്റൻസസ് യു നോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വേറെ പ്യുവർ സബ്സ്റ്റൻസസ് ഏതൊക്കെയാ? ഓക്സിജൻ, ഹൈഡ്രജൻ, കോപ്പർ, അയൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബോക്സ് ആണ്. ക്ലാസിഫൈ ദ ഫോളോവിങ് സബ്സ്റ്റൻസസ് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് ആണ്. അപ്പം നമുക്ക് ഈ സബ്സ്റ്റൻസും മോളിക്യൂൾസും അവർ തന്നിട്ടുണ്ട്. പോറിഡ്ജ് തന്നിട്ടുണ്ട്. പോറിഡ്ജ് ഒരു മിക്സ്ചറാണ്. പെൻസിൽ ഗ്രാഫൈറ്റ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ പ്യുവർ ആണ്. സോഡ വാട്ടർ മിക്സ്ചർ ആണ്. ബട്ടർ മിൽക്ക് മിക്സ്ചർ ആണ്. പ്യുവർ വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഗോൾഡ് ജ്വൽസ് മിക്സ്ചേഴ്സ് ആണ്. ഗോൾഡ് പ്യുവർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരൊറ്റ സാധനം മാത്രമേ ഇതിലുള്ളൂ, ഗോൾഡ് മാത്രം. അപ്പോൾ പ്യുവർ ആണ്. പക്ഷെ ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ചേർത്തിയിട്ടാണ് അല്ലേ, ഗോൾഡ്, സിൽവർ, കോപ്പറൊക്കെ ചേർത്തി കഴിഞ്ഞാൽ അത് മിക്സ്ചറായി. അപ്പോൾ പ്യുവർ വാട്ടർ നോക്കൂ, വാട്ടർ മാത്രമേ ഇതിലുള്ളൂ, അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോഡ വാട്ടർ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും അതിലുണ്ട്. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം മിക്സ്ചേഴ്സ് ആണ് കേട്ടോ. അടുത്തത് നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. സബ്സ്റ്റൻസ് അത് 2 തരം, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ പേര് നോക്കാം. ഗോൾഡ്, സിൽവർ, ഷുഗർ, സോൾട്ട്, നൈട്രജൻ, സൾഫർ. ദെൻ മിക്സ്ചേഴ്സിനെ നമ്മൾ 2ആക്കി തിരിച്ചു. ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസിൻ്റെ ആൻസർ വിനീഗർ, കോക്കനട്ട് ഓയിൽ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഹെട്രോജീനിയസ് സാലഡ്, ബിരിയാണി, ഉപ്പുമാവ് എല്ലാം എഴുതാട്ടോ നിങ്ങൾക്ക്. നമ്മുടെ അവിയലൊക്കെ ഹെട്രോജീനിയസ് ആണ്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം എഴുതാം, കറീസ് എല്ലാം. അടുത്തത് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. മിക്സ്ചേഴ്സ് ആർ ദ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് അല്ലേ. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ മിക്സ് ആയിട്ടുണ്ടാവും അല്ലേ, മിക്സായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം പറഞ്ഞാൽ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. റൈസ് മിക്സഡ് വിത്ത് സ്റ്റോൺസ്. അപ്പോൾ അരിയിൽ കുറേ കല്ല് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് അതായത് എടുത്ത് കളയാം അല്ലേ. നമുക്കിത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക ചോദിച്ചാൽ, നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പണ്ടൊക്കെ, അരിയിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചോറ് വെക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ഹാൻഡ് പിക്കിംഗ് ആണ്, കൈകൊണ്ട് എടുത്ത് കളയുക അല്ലേ, പിക്കിംഗ് അപ്പ് ബൈ ഹാൻഡ്സ്. അടുത്തത് എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ. ഇവിടെ മണലിൽ നമ്മുടെ ഇരുമ്പിൻ്റെ പൊടി മിക്സായി കിടക്കുകയാണ്. ഇത് നമുക്ക് കൈകൊണ്ട് എടുത്താൽ നടക്കില്ല. ഇതിനൊരു മെത്തേഡ് ഉണ്ട്, സെപ്പറേഷൻ യൂസിങ് എ മാഗ്നറ്റ്. ഒരു കാന്തം ഉപയോഗിക്കുക. ഒരു കാന്തം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞ് അതിന് മേലെ കാട്ടിയാൽ തന്നെ അതിലേക്ക് അയൺ പൗഡർ എല്ലാം വന്ന് പറ്റിപ്പിടിക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം.
വിച്ച് ആർ ദ കോമ്പോണൻസ് ഓഫ് ദീസ് ടു മിക്സ്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. റൈസ് ആൻഡ് സ്റ്റോൺ ആണ് ആദ്യം, സാൻഡ് ആൻഡ് അയൺ പൗഡർ ആണ് കേട്ടോ. അടുത്തത്, ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ, ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? ക്വസ്റ്റ്യൻ ആണ്. ദേ ഡു നോട്ട് ഹാവ് സെയിം സൈസ്, കളർ ഓർ ഷേപ്പ്. അടുത്തത്, ദ കോമ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? റൈസ് മിക്സഡ് വിത്ത് സാൻഡ് ആണ് കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്നത്. അടുത്തത്, ഇഫ് ദ സ്റ്റോൺസ് ഹാവ് ദ സെയിം സൈസ് ആൻഡ് കളർ ദാറ്റ് ഓഫ് റൈസ്, വുഡ് ഇറ്റ് ബി പോസിബിൾ ടു സെപ്പറേറ്റ് ദം ബൈ ഹാൻഡ്? നോട്ട് പോസിബിൾ. ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം സാൻഡ്? Not possible. Can iron powder be separated from sand by making use of any other property of iron powder? By using a magnet, iron powder can be separated from sand. അടുത്തത്, which properties of the components do we make use of in these two methods of separation? ഏത് പ്രോപ്പർട്ടി ആണ് നമ്മളോട് ഉപയോഗിച്ചത് ആ കോമ്പോണൻസിൻ്റെ? ഇതെല്ലാം എങ്ങനെ സെപ്പറേറ്റ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കളർ, ഷേപ്പ് ആൻഡ് സൈസ് ആണ് കേട്ടോ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. കൈകൊണ്ട് പിക്ക് ചെയ്ത് നമ്മൾ മാറ്റുന്ന സാധനങ്ങളും നമ്മൾ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് മാറ്റുന്നത് കേട്ടോ. ആദ്യത്തെ പിക്കിംഗ് അപ്പ് നോക്കാം. സെപ്പറേഷൻ ഓഫ് ലീവ്സ് ഫ്രം വാട്ടർ, വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇലകൾ എടുത്ത് കളയാൻ പറ്റും. സെപ്പറേഷൻ ഓഫ് സ്റ്റോൺസ് ഫ്രം റൈസ്, അരിയിൽ നിന്ന് കല്ലെടുത്ത് കളയാൻ പറ്റും. സെപ്പറേറ്റിംഗ് സ്റ്റോൺസ് ഫ്രം ഗ്രീൻ ഗ്രാം, ഗ്രീൻ ഗ്രാമിൽ നിന്ന് സ്റ്റോൺസ് എടുത്ത് കളയാം. സെപ്പറേറ്റിംഗ് ഫോളൻ ലീവ്സ് ഫ്രം ഗ്രാസ്, പുല്ലിൽ വീണിരിക്കുന്ന ഇലകൾ എടുത്ത് കളയാം അല്ലേ. ഇതെല്ലാം കൈകൊണ്ട് എടുത്ത് കളയാവുന്നതാണ്. അടുത്തത്, സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് ആണ്. സെപ്പറേറ്റിംഗ് ഒരു മാഗ്നറ്റ്, ഒരു കാന്തം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ തരംതിരിക്കാം? സെപ്പറേറ്റിംഗ് അയൺ ഫ്രം പ്ലാസ്റ്റിക് ബിറ്റ്സ്, സെപ്പറേറ്റിംഗ് അയൺ ഒബ്ജക്ട്സ് ഫ്രം സ്ക്രാപ്പ് മെറ്റീരിയൽസ്, സെപ്പറേറ്റിംഗ് അയൺ ഡസ്റ്റ് ഫ്രം സാൻഡ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? ചായപ്പൊടി ചായയിൽ നമ്മൾ എങ്ങനെ അരിച്ചെടുക്കും? ബൈ ഫിൽട്രേഷൻ, അരിക്കൽ തന്നെയാണ്. അതിൻ്റെ പ്രോപ്പർട്ടി വരുന്നത് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ദി കോമ്പോണൻസ്. അടുത്തത്, ഹൗ ആർ സ്മോൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്? എങ്ങനെ ചെറിയ കല്ലുകളൊക്കെ നമ്മൾ അരിയുന്ന കൈകൊണ്ട് എടുത്ത് കളയും, ബൈ ഹാൻഡ് പിക്കിംഗ്. പ്രോപ്പർട്ടീസ്, ഡിഫറൻസ് ഇൻ ഷേപ്പ്, കളർ ആൻഡ് സൈസ് ഓഫ് ദി കോമ്പോണൻസ്. വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്? മഡി വാട്ടർ എങ്ങനെയാണ് നമ്മൾ ചളിവെള്ളം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുക? 3 മെത്തേഡ് ഉണ്ട്. സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ, ഇവിടെ ഒരു N ഉണ്ട് കേട്ടോ, ഡീകാൻറ്റേഷൻ, ഫിൽട്രേഷൻ. പ്രോപ്പർട്ടീസ്, ഡിഫറൻസ് ഇൻ വെയ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി കോമ്പോണൻസ്. നെക്സ്റ്റ്, ഹൗ ആർ ഗ്രേവൽ ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് സെപ്പറേറ്റഡ് ഫ്രം ദ സാൻഡ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്സ്? സീവിങ് ആണ് പ്രോപ്പർട്ടി, ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് ദി കോമ്പോണൻസ്. അടുത്ത് നമുക്ക് 4 പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ സെപ്പറേഷൻ മെത്തേഡാണ്. ആദ്യം ഒരു ഉപ്പളം തന്നിട്ടുണ്ട്, ഒരു ഉപ്പ് ഫീൽഡ് അല്ലെ, ഉപ്പുപാടമാണത്. പിന്നെ അടുത്തത് നമുക്ക് ഒരു ഇരുമ്പ് പൊടിയും സാൻഡും മണലും തമ്മിലുള്ള മിക്സ്. അടുത്തത് നമ്മൾ പാഡിയിൽ നിന്ന് അതിൻ്റെ നെല്ല് കുത്തെന്ന് പറയില്ല, അരി നെല്ല് സെപ്പറേറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്യണം, തൈരിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു മെത്തേഡാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മെത്തേഡ്സിൻ്റെ പേരുകൾ നോക്കണം. ആദ്യത്, സീ വാട്ടറിൻ്റെ കേസിൽ ആൻസർ ഇവാപ്പറേഷൻ ആണ്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്, ചേർണിംഗ് എന്നാണ് പറയുക. അയൺ പൗഡറിൻ്റെ സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് തന്നെ വേണം. പാഡിയുടെ വിന്നോവിങ്, കാറ്റത്തിട്ടിട്ടാണ് ഇങ്ങനെ നെല്ല് കളയുക കേട്ടോ, കുത്തിക്കഴിഞ്ഞതിന് ശേഷം നെല്ല് ചേർന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. അടിയിലത്തെ ആൻസേഴ്സ് ആണ് കേട്ടോ, ഈ അടിയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആണ്, താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. From the table, identify the contest that utilizes the change of state of matter for the separation of dissolved compound. Salt is separated from seawater collected in salt fields. Here water is liquid, changes into water vapor, it is in gaseous state. How is the process of separating butter from curd different from others? Butter is separated by rotating the curd by using a churner. Which situation makes use of magnetic property of the component for separation? Iron powder is separated from sand. Which property is used to separate chaff from paddy? Difference in the weight of components. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല, വായിച്ചു നോക്കിയാൽ മതി. ഫർദർ റീഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന്
ഡയാലിസിസ് ചെയ്തിട്ട് ഉള്ള ഒരു കാര്യമാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ മതി നിങ്ങൾ. അടുത്തത് വരുന്നത് ലെറ്റ്സ് ആസസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് ആസസിൽ നോക്കാം നമുക്ക്. എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സോൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ? ഓക്കെ, എന്തൊക്കെയാണ് കമ്പോണൻസ് വരിക? സോൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് മിക്സ്ചർ? ഈ ഡ്രിങ്ക് ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? ഹോമോജീനിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. What should be done to make it a homogeneous mixture? ഒരു സ്പൂൺ സോൾട്ട് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്തു. അവിടെ ആ സോൾട്ട് അലിയുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അലിയിച്ച് നമുക്ക് അതിനൊരു ഹോമോജീനിയസ് മിക്സ്ചറാക്കി മാറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് അത് നോക്കാം. അതിനു മുമ്പ് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് അലുമിനിയം ആണ് കേട്ടോ. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലുമിനിയം ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. To make it a homogeneous mixture, the undissolved salt needs to be completely dissolved. അലിയാത്ത ഉപ്പിനെ കംപ്ലീറ്റ് അലിയിക്കണം. This can be achieved by either adding more water or applying heat to increase the solubility of the salt and stirring until all the salt has dissolved. ഒന്നില്ലെങ്കിൽ നന്നായി ഇളക്കുക അല്ലെങ്കിൽ ചൂടാക്കുക കേട്ടോ. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ ആദ്യത്തെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കോക്കനട്ട് ഓയിൽ. പോർ സം കോക്കനട്ട് ഓയിൽ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. വെള്ളം നിറച്ച ഒരു ടംബ്ലറിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്താ കാണുക? ഹൗ ക്യാൻ ബി സെപ്പറേറ്റഡ് മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ? എങ്ങനെയാണ് ഓയിലിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യുക? അതിന് എന്ത് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കും, എന്ത് മെറ്റീരിയൽസ് ഉപയോഗിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ഒരു 4 സാധനങ്ങൾ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആൻസർ ആണിത്. ഓയിൽ ആൻഡ് വാട്ടർ ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് എ ഡിവൈസ് കോൾഡ് എ സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പോൾ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വെള്ളത്തിനെ ഓയിലിനെ ആദ്യം സെപ്പറേറ്റ് ചെയ്യുക. ഓയിൽ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബിക്കോസ് ഇറ്റ് ഇസ് ലൈറ്റർ. എപ്പോഴും ഓയിൽ പൊന്തിക്കിടക്കും. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നോക്കൂ. വെളിച്ചെണ്ണ മേലെ വന്നിട്ട് ഉണ്ടാവും, വെള്ളത്തിൻ്റെ മേലെ കിടക്കുന്നുണ്ടാവും. വി ക്യാൻ യൂസ് എ ബോട്ടിൽ വിത്ത് എ ടാപ്പ് ഓർ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം. Let the oil and water settle. Then open the tap and let water flow out. Close the tap when oil reaches the tap. ഇനി മെറ്റീരിയൽസ് നീഡഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു സ്മോൾ ടാപ്പ് ഓർ പൈപ്പ്, എ സ്റ്റാൻഡ് ടു ഹോൾഡ് ദി ബോട്ടിൽ, ഓയിൽ ആൻഡ് വാട്ടർ മിക്സ്ചർ. We made a simple device to separate oil and water. Oil floats on water. We used a bottle or tap to let the water out first. This helped to separate the two fluids easily. നമ്മളൊരു ബോട്ടിലോ ടാപ്പോ ഉപയോഗിച്ച് വെള്ളത്തിന് കളയുക പുറത്തേക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 2 ഫ്ലൂയിഡിനെയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ നാച്ചുറൽ ഡ്രിങ്ക്സ് കൺസ്യൂംഡ് ഡ്യൂറിങ് സമ്മർ. ദെയർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നമ്മൾ ചൂട് കാലത്ത് കുടിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നാച്ചുറൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് വാട്ടറും ലെമൺ ജ്യൂസും ഒക്കെ വരും കേട്ടോ. ആർ ഹെൽത്തി. നാച്ചുറൽ വാട്ടർ ലൈക്ക് കോക്കനട്ട് വാട്ടർ, ലെമൺ ജ്യൂസ് എക്സെട്ര ആർ ഹെൽത്തി ആൻഡ് പ്രൊവൈഡ്സ് കൂളിംഗ് ഇൻ സമ്മർ. ദേ ആർ ഈസി ടു മേക്ക് അറ്റ് ഹോം യൂസിങ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അല്ലേ? എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇൻഗ്രീഡിയൻസ് നീഡഡ് ഫോർ മേക്കിംഗ് ലെമൺ ജ്യൂസ് ഏതൊക്കെയാണ്? ലെമൺ, ഷുഗർ, സോൾട്ട് ആൻഡ് വാട്ടർ. മെത്തേഡ് എന്താ? യൂസ് 1 lemon in a glass of water. Add some sugar or a pinch of salt. Stir ആണ്, ഇളക്കുക എന്നുള്ളതാണ് ഇവിടെ വരിക. Stir well and serve with ice cubes. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ മതി. ഒരുപാട് ലെങ്തി ആവും എല്ലാം വായിക്കാൻ നിന്നാൽ. അതുകൊണ്ടാണ് ആവശ്യമുള്ളത് മാത്രം വായിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.